വാട്സപ്പ് വ്യൂവേഴ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ലൂപ്പാക്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് തുടങ്ങിയാണ്, ലെറ്റ്സ് പ്ലേ സീരീസ്. ഒന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം, എന്നാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു സീഡാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്ന സീഡാണ്, പ്ലാന്റ്സ് ബയോമിൻ്റെ അല്ലാണ്ട് വേറെ ഇതിൻ്റെ എല്ലാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് അത് മരം മുറിച്ച് തന്നെ ഫുൾ പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ മരം കട്ട് ചെയ്ത് നമുക്ക് എന്തായാലും വുഡൻ ടൂൾസ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ബേസിക് ടൂളായ സ്റ്റോൺ ടൂൾസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ വുഡ് കൊണ്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ എന്തായാലും ഒരു വുഡൻ പിക്കാക്സ് അങ്ങ് സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്തായാലും നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ആക്കണം സ്റ്റോണിലേക്ക്. എന്തായാലും നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കി നേരെ സ്റ്റോൺ മൈൻ ചെയ്യണം, കോബിൾ സ്റ്റോൺ. എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഒരു കുഴി കുഴിച്ചാൽ നമുക്ക് എന്തായാലും മൈൻ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടാ. ഞാൻ വീണ്ടും പറയണം, എന്നാലും നമുക്ക് വീഡിയോ ഇടാനൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കി ഫുള്ള് ടൂൾസൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ടൂൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു ബെഡ് ഉണ്ടാക്കണം. അതിന് 3 ഷീപ്പിനെ നമുക്ക് കൊല്ലണം. എന്തായാലും ഒരെണ്ണത്തിനും കിട്ടിയിട്ടുണ്ട്. 2 ഷീപ്പിനെയും കൂടിയും കൊല്ലട്ടെ. അപ്പം നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു ബേസ് ഉണ്ടാക്കണം. എന്തായാലും ഞാൻ ബേസ് ഫസ്റ്റ് ടൈം തന്നെ ഒരു നല്ലൊരു വലിയ ബേസ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇനി വീണ്ടും വേറെ ഉണ്ടാക്കാൻ ഞാൻ നോക്കണില്ല. എന്തായാലും നല്ലൊരു ട്യൂട്ടോറിയൽ നോക്കി മീഡിയൽ ടൈപ്പായിട്ടുള്ളൊരു ബേസ് സെറ്റ് ചെയ്യണം. എന്തായാലും 3 ബെഡൊക്കെ കിട്ടി, ബെഡല്ല വൂളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ബെഡ് ഉണ്ടാക്കാം. എന്തായാലും ഞാനിനി എന്തായാലും നമ്മളെ വീടുണ്ടാക്കാനായിട്ടൊരു നല്ലൊരു സ്ഥലം തപ്പട്ടെ. അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐലൻഡ് ഞാൻ ആദ്യം നോക്കി ചെയ്യുന്നതാണ്. ഈ ഒരു ഐലൻഡിലാണ് നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ പോണത്. എന്തായാലും ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആവട്ടെ. എന്തായാലും ബേസ് ഉണ്ടാക്കാൻ പറ്റിയൊരു പെടപ്പൻ സ്ഥലമാണ്. ഇവിടേക്കൊന്ന് ഫ്ലാറ്റാക്കിയ ബേസ് ഉണ്ടാക്കുമ്പോൾ ചുറ്റിനും പടപ്പനാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫുള്ള് ഇതാക്കട്ടെ. ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ ബെഡൊക്കെ ഇവിടെ ഇടാം. ബെഡും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഇവിടെ വെക്കാം. പിന്നെ ഫർണസും വെച്ച് ഫുഡ് നമുക്ക് വേണം. ഫുഡ് ഞാൻ കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫുഡും കുക്ക് ചെയ്യണം. എന്തായാലും ഇനി വീടിന് വേണ്ടിയുള്ള നമ്മളെ സാധനങ്ങളൊന്ന് ഗേദർ ചെയ്യട്ടെ. കുറേ നേരം എടുക്കും. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ മൈൻക്രാഫ്റ്റ്. ഇത് ഇനി കഴിയുമ്പോൾ എത്ര ദിവസമാവും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എന്തായാലും ഫുള്ളൊന്ന് ഗേദർ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് വീടിന് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഈ പ്ലാന്റ്സ് ബയോമിൻ്റെ ഈ ലീഫൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ സ്പ്രൂസിൻ്റെ ഇത് സെറ്റ് ചെയ്തത്. അവിടെ കണ്ട സ്പ്രൂസിൻ്റെ മരം നിൽക്കണേ. ഞാൻ അതായത് ഇവിടെ നിന്ന് ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീഫ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലിട്ട് ബോൺ മെയിലാക്കി സെറ്റ് ചെയ്തതാണ് ഫുള്ള്. അതല്ല നമ്മൾ അങ്ങനെയാണ് സ്പ്രൂസിൻ്റെ മരം സെറ്റ് ചെയ്തത്. ഇനി കുറച്ച് സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ പണി തുടങ്ങാം. എന്തായാലും നമുക്ക് വേണ്ട എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കണേ, 21 ഡേ ആയി. 1ാമത്തെ ഡേ തുടങ്ങിയാണ്. 21 ഡേ ആയി. ഇനി എന്തായാലും വീടിൻ്റെ പണി തീർക്കണം. എത്ര ദിവസമാവുന്നൊന്നും അറിയാം. ലൈഫിൽ ഇപ്പോൾ 2 ദിവസമായി ഇതിൻ്റെ പുറകെ. എന്തായാലും എപ്പോൾ കഴിയും നമുക്ക് നോക്കാം. ഇത്ര സാധനങ്ങൾ ഇതല്ല, ഇത്ര സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ ഒന്നും ലെവലാക്കണം. ഈ അടിയൊന്ന് ഫ്ലാറ്റാക്കിയിട്ട് ഇവിടെ നമ്മുടെ ബേസ് അങ്ങ് പണിയണം. അപ്പോൾ എന്തായാലും ബേസിൻ്റെ പണിക്ക് കിടക്കണം. ഞാൻ നേരെ എന്തായാലും ബേസൊക്കെ പണിന്നിട്ട് ഇനി കാണാം. ഓക്കെ ഗൈസ്. എന്തായാലും ഷവലിച്ച് കൊടുത്ത ഫുള്ള് ഇതൊന്ന് ഫ്ലാറ്റാക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ചെസ്റ്റ് ഒന്നും പൊട്ടിക്കുന്നില്ല. ഒക്കെ പൊട്ടിച്ച 2 മണിയാവും. ഇനി അത് വീണ്ടും ഇതൊക്കെ ഇത് സെറ്റ് ചെയ്യണം. എന്തായാലും ഈ ഡേറ്റ് അത്ര മാറ്റുന്നുള്ളൂ. എന്തായാലും ഇതൊന്ന് ഫുള്ളങ്ങ് ഫ്ലാറ്റാക്കട്ടെ, എന്നിട്ട് കാണാം. നമ്മളെന്തായാലും ഫ്ലാറ്റാക്കേണ്ട പരിപാടി ഫുള്ള് ചെയ്ത് എത്ര
നമ്മൾ കറക്റ്റ് ലെവലാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബേസ് ഇവിടെ അങ്ങ് പണിയണം, അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ് കുറേ നേരത്തിന് ശേഷം നമ്മുടെ ബേസിൻ്റെ പണി അങ്ങ് കഴിഞ്ഞിട്ടാ. നോക്കിയപ്പോൾ 43 ഡേ ആയി. റിയൽ ലൈഫിൽ 3 ദിവസം കണ്ടായി. നമ്മുടെ ബേസിൻ്റെ പണി ഇപ്പോഴാണ് കഴിഞ്ഞിരിക്കണ്. എന്തായാലും പെട്ടപ്പം ബേസാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ ട്യൂട്ടോറിയലൂടെ പറഞ്ഞാൽ മതി, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഞാനിതൊരു ട്യൂട്ടോറിയൽ നോക്കി ചെയ്തിന്. ബേസൊക്കെ പെട്ടപ്പനായി സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. എന്തായാലും ഞാൻ ഈ ബേസിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടില്ല, അത് സെറ്റ് ചെയ്യണം. ഉള്ളിലും കുറച്ച് പണിയുണ്ട്, അത് സെറ്റ് ചെയ്താൽ പെട്ടപ്പനാവും. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. 2 സൈഡ് ഡോറാണ് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ളിൽ കൂടെ കയറാം. ഇവിടെ ചെറിയ പണിയുണ്ട്. ഇവിടെ ഈ ചെസ്റ്റ് അടക്കിയിരിക്കുമ്പോൾ ഇവിടുത്തെ വർക്കൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്യണം. ചെസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അതുകൊണ്ട് സെറ്റ് ചെയ്താൽ ഇവിടെ ഇതൊക്കെ എൻട്രൻസ് കിടപ്പനാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് കേട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവിടെ ട്യൂട്ടോറിയൽ കണ്ട പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെന്ന് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു റൂമുണ്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം, ഒന്നും പ്ലാനില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ബെഡ് ഇട്ടിരിക്കണം. ഞാൻ ചിലപ്പോൾ ഇവിടെ ബെഡ്റൂമൊക്കെ അല്ലേ വേറെ സ്ഥലത്തെല്ലാം സെറ്റ് ചെയ്യും. പിന്നെ ഇതിലെ മേലോട്ട് കയറിയാൽ ഇവിടെ വേറെ ഇവിടെ ഒരു ചെറിയ പ്ലേസ് ഉണ്ട്. ഇനി ഇവിടെ കയറി ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റോറേജ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കണേ. നോക്കാം, സ്ഥലം നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ ബേസിൻ്റെ ഇത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്, പുറത്ത് നമ്മളൊരു ഹോഴ്സ് ഷെഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ സൈഡിൽ തന്നെ ഇട്ട് കുതിരനെ കിട്ടുമ്പോൾ വേണ്ടി ഒരു ഹോഴ്സിൻ്റെ ഷെഡും സെറ്റ് ചെയ്ത്. പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് ലെവലാക്കേണ്ട പരിപാടികളും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അടുത്ത എപ്പിസോഡിൽ എല്ലാ ഫുഡിൻ്റെ എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്യണം, കാരണം ഫുഡ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.